അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കായിലേക്ക് തിരിച്ചു പ്രവേശിക്കുവാൻ തനിക്ക് ആര് അഭയം നൽകും എന്നത് ചിന്തിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭയത്തിന് വേണ്ടി സമീപിക്കുന്ന വിഷയത്തിൽ ചില താല്പര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്, അത് ബനു ഹാഷിമിൽപ്പെട്ട തൻ്റെ കുടുംബക്കാർ ആരും ആവരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അബൂ താലിബിൻ്റെ മരണത്തിന് ശേഷം ബനു ഹാഷിമിൻ്റെ നേതൃത്വം അബൂ ലഹബിൻ്റെ കയ്യിലാണ്. ആയതുകൊണ്ട് ബനു ഹാഷിമിൽ നിന്നുള്ള ആര് തനിക്ക് അഭയം നൽകാൻ തയ്യാറായാലും, ഉദാഹരണമായി ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെല്ലാം ഉണ്ട്, അവർ അഭയം നൽകാൻ തയ്യാറായി വന്നാലും അബൂ ലഹബ് അതിനനുവദിക്കില്ല. അതോടുകൂടി വീണ്ടും പ്രശ്നമാകും. ആയതുകൊണ്ട് ബനു ഹാഷിമിലെ ആരെയും അതിനുവേണ്ടി സമീപിക്കുവാൻ നബി ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത്തേത്, മുസ്ലിമീങ്ങളായ കുറേ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആൾക്കാരുണ്ട്. അവരെ ആരെയും അഭയത്തിന് വേണ്ടി സമീപിക്കുവാൻ നബി ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരു ധ്രുവീകരണമുണ്ടാക്കും. മുഹമ്മദിൻ്റെ ആൾക്കാർ അഭയം നൽകിയെന്ന് പറയുമ്പോൾ അത് ശത്രുപക്ഷത്ത് ചില ചലനങ്ങളും ചില ഏകീകരണങ്ങളുമെല്ലാം ഉണ്ടാക്കും. ആയതുകൊണ്ട് അതും വേണ്ട എന്നായിരുന്നു നബി ആഗ്രഹിച്ചത്. ബനു ഹാഷിമല്ലാത്ത, മുസ്ലിമുമല്ലാത്ത മറ്റേതെങ്കിലും ഒരു പ്രധാനിയെ തനിക്ക് അഭയം നൽകാൻ തയ്യാറായി കിട്ടണം. നബി അതിനു വേണ്ടി ആലോചിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞു വന്നത് അഹ്നസ് ബിൻ ഷരീക്കിനെയായിരുന്നു. മക്കയിലെ പ്രധാനിയാണ്, ഇതുവരെ മുസ്ലിം ആയിട്ടുമില്ല. അദ്ദേഹത്തെ ആ വിവരം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അടിസ്ഥാനപരമായി മക്കക്കാരനല്ല, ഞാൻ തന്നെ ഇവിടെ താമസിക്കുന്നത് മറ്റു ചിലരുടെ അഭയത്തിലാണ്. മറ്റു ചിലരുടെ അഭയത്തിൽ നിൽക്കുന്ന ആൾക്ക് നിയമപ്രകാരം മറ്റൊരാൾക്ക് അഭയം നൽകുവാൻ അതിൻ്റേതായ പരിമിതിയുണ്ട്. അദ്ദേഹം ഒഴിഞ്ഞു മാറി. ഉടനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഹൈൽ ബിൻ അംറിൻ്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞയച്ചു. സുഹൈൽ ബിൻ അംർ പറഞ്ഞു, ഞാൻ അടിസ്ഥാനപരമായി ബനു ആമിർ കുടുംബക്കാരനാണ്. മുഹമ്മദ് ആവട്ടെ ബനു കഅബ് കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുമാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രയാസമുണ്ട് എന്ന് അദ്ദേഹവും പറഞ്ഞു. മക്കയിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ഇവർ രണ്ടുപേരും. അവരൊക്കെ വളരെ മാന്യമായി പറഞ്ഞ് ഒഴിവാവുകയാണ് ചെയ്തത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ആ സമയത്ത് മഹാനായ നബി മൂന്നാമത്തെ ഒരാളെ മനസ്സിൽ കണ്ടു. അത് മുത്ഇം ബിൻ അദിയിനെയായിരുന്നു. മുത്ഇം ബിൻ അദിയിൻ്റെ കാര്യത്തിൽ ചില പ്രതീക്ഷ കൂടിയുണ്ട്. കാരണം ബനു ഹാഷിമിനെതിരെ ഉണ്ടായ ഉപരോധം ദുർബലപ്പെടുത്താൻ ഉള്ള മുറവിളി ഉയർത്തിയ 5 പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഒരാൾ മുത്ഇം ബിൻ ഉദയ് ആയിരുന്നു. നമ്മൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. മക്കയിലെ പ്രധാനിയാണ്. അതോടൊപ്പം ഒന്ന് മാന്യമായി ചിന്തിക്കുന്ന, അതായത് ഏത് എതിർപ്പുകളെയും മാന്യമായി മാത്രമേ പ്രകടിപ്പിക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളായിരുന്നു മുത്ഇം ബിൻ ഉദയ്. അദ്ദേഹത്തെ വിവരമറിയിച്ചു. അദ്ദേഹം അതിന് തയ്യാറായി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് പറഞ്ഞു, ഞാൻ മുഹമ്മദിന് അഭയം നൽകാൻ പോവുകയാണ്, ആയതുകൊണ്ട് എല്ലാവരും ആയുധധാരികളായി മുന്നോട്ട് വരണമെന്ന്. അങ്ങനെ അവരെല്ലാവരും മുന്നോട്ട് വരികയും കഅബാലയത്തിൻ്റെ മുമ്പിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭയത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ കഅബാലയത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് 2 റക്അത്ത് ആദ്യം നിസ്കരിച്ചു. എന്നതിന് ശേഷമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നത്. ഇവിടെയെല്ലാം നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. മഹാനായ നബിയുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, ഓരോ നീക്കങ്ങളും
വലിയ നയതന്ത്രജ്ഞതയോട് കൂടെ ഉള്ളതായിരുന്നു. ഇവിടെ നബി ഉദ്ദേശിക്കുന്നത് ബനു ഹാഷിം കുടുംബക്കാരനാവാൻ പാടില്ല, തനിക്ക് അഭയം നൽകുന്നത് തൻ്റെ പിന്തുണയുള്ള തൻ്റെ അനുയായിയായ ഒരാളാവാൻ പാടില്ല, അതാഗ്രഹിക്കുകയാണ്. അതോടൊപ്പം മക്കയിലെ ഏറ്റവും പ്രധാനിയായ ഒരു മുശ്രിക്കായിരിക്കണം തനിക്ക് താൽക്കാലികമായി അഭയം നൽകുന്നത്. അങ്ങനെ ചിന്തിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല, താൻ തായിഫിലേക്ക് പോയി, തായിഫിലെ ദൗത്യം പരാജയപ്പെട്ടു, അതെല്ലാം ശരിയാണ് എങ്കിലും താൻ ഇപ്പോഴും തലകുനിക്കുന്നില്ല. താൻ സധൈര്യം തൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. അതിലേക്കുള്ള വളരെ വ്യക്തമായ സൂചനയായിരുന്നു നേരെ വന്ന് കഅബാലയത്തിൻ്റെ മുമ്പിൽ 2 റക്അത്ത് പരസ്യമായി മുത്അയിം ബിൻ അദിയും കുടുംബവും ആയുധമേന്തി കാവൽ നിൽക്കുന്നതിൻ്റെ മുമ്പിൽ വെച്ച് നിർവഹിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.